മരണം അറിഞ്ഞ സമയത്തുള്ള ഈ വീടിനോട് ചേർന്നുള്ള കടയിലെ ഒരു വ്യക്തി കൂടി നമ്മളോട് ചേരുകയാണ്. ശരിക്കും എന്തായിരുന്നു ചേട്ടൻ കണ്ടതും അറിഞ്ഞതും? ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അടിയും ബഹളവും അവിടെ കേട്ടു, നെഞ്ചിലടിക്കുകയും കരയും ബഹളം കേട്ടു. അപ്പം നമ്മൾ അവിടെ കുടുംബമായിട്ട് എന്തെങ്കിലും അവർ വേറെ ആരെങ്കിലും അടിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയായിരുന്നു. താഴെ അവൻ്റെ മരിച്ച പയ്യൻ്റെ അപ്പൂപ്പൻ താഴെ വീണ്ടും വന്ന് ഇറങ്ങി നെഞ്ചിലടിച്ച് എൻ്റെ അബി പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടൻ കരങ്ങ് പോയത്. കയറി പോയപ്പോൾ തൂങ്ങിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു നിന്നത്? ജനലിൽ? ജനലിൽ തന്നെ നിന്ന് അതേ പ്രശ്നം തന്നെ നിന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ എന്ത് കാര്യം ഇവിടെ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം വന്നിട്ട് പോയി കുറച്ച് കഴിഞ്ഞാണ് ഇവിടെ നടന്നത്. അയാൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇവിടെ ഒന്ന് സോപ്പും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങ് കയറി കുറച്ച് ഇവിടെ ചേട്ടപ്പോൾ നമ്മൾ വിളിച്ച് അവിടെ ആദ്യം വിചാരിച്ച് അവിടുത്തെ പ്രശ്നമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഇപ്പം പിന്നെ താഴെ ഇറങ്ങി വിളിച്ചപ്പോഴാണ് നമ്മൾ 4-5 പേരായിട്ട് കയറി അങ്ങ് പോയത്. കയറിപ്പോയപ്പം കഷ്ടം കണ്ടത് തന്നെ, ഈ കാഴ്ച തന്നെ. അങ്ങനെ ആത്മഹത്യ എന്ന നിഗമനമാണ്. ഇപ്പം അതിന് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യവും ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. ഒരു സാഹചര്യം എന്ത് തോന്നുന്നില്ല. ആത്മഹത്യ പയ്യൻ എങ്ങനെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ല. അവർ നല്ല ഇതായിട്ടാണ് വളർത്തിയത്. ഒറ്റ പയ്യനേ ഉള്ളൂ, വേറെ എത്ര വയസ്സിന് ശേഷം കിട്ടിയ പയ്യനാണ്. അപ്പോൾ നല്ല കാര്യമായിട്ടാണ് വളർത്തിയത്. പിന്നെ എന്ത് പ്രശ്നവും നോക്കാൻ ഞാൻ പറഞ്ഞു. അതാ പറഞ്ഞു. ഈ കൈ പിന്നി കെട്ടിയ അവസ്ഥയിലായിരുന്നു. കൈ ഒരു കൈ പിന്നെ ഇത് കെട്ടിയിട്ടുണ്ട്. കൈ പെണ്ണ് ഇങ്ങനെ വെച്ചിരുന്നുണ്ട്. പക്ഷേ കെട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. അത് കെട്ടിയെന്ന് അറിയാൻ പാടില്ല. ഒരു കയ്യിൽ ഇവിടെ കളഞ്ഞ് കിടക്കുന്നു. ബാക്കിലുള്ള കൈ അതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് അറിയാക്കില്ല. ശരീരത്തിൽ ബാക്കിലല്ലേ, നമ്മൾ അകത്തൊന്നും കയറിയില്ല. പിന്നെ അങ്ങനെ അത്രേ അറിയാവൂ, നമുക്കറിയാവൂ. ബാക്കിയുള്ള സത്യാവസ്ഥ എന്തെന്ന് ദൈവത്തിന് തന്നെ അറിയാം. അപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? മാതാവ് രാവിലെ അവളെ ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. അവനും ഈ മരിച്ച പയ്യനും അച്ഛനും കൂടെ ഇവിടെ വന്ന് നിന്നിട്ടാണ് അവൻ അച്ഛൻ വേറെ ജോലിക്ക് പോയത്. അപ്പോൾ കാലത്തെ പയ്യൻ ഇവിടെ നിൽക്കുന്നേ കണ്ടു, അവിടെ തൂത്തുവാരി കൊണ്ട് നിൽക്കുന്നതും കണ്ടു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഈ സംഭവം അറിയുന്നത്. ഞാൻ പിന്നെ അവിടെ തന്നെ അവളെ നമ്പർ ഉണ്ടായിരുന്നു. അവളെ വിളിച്ച് അർജൻറ്റായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അവൾ വന്ന് കുറച്ച് കഴിഞ്ഞ് വന്നു. അവൻ ഒരു 1 മണിക്കൂർ 1 മണി കഴിഞ്ഞാണ് വന്നത്. അവൻ അറിഞ്ഞില്ല, ഫോണൊന്നും ഇല്ലല്ലോ അവൻ്റെ അടുത്ത്. അങ്ങനെയാണ് അവൻ്റെ അച്ഛൻ വന്നത്. അമ്മ ഞാൻ നേരത്തെ വിളിച്ചു വരുത്തി. അവരെന്ത് ജോലി ചെയ്യുന്നവരാണ്? അവൾ പിന്നെ ഇത് വേറെ ജോലിയൊന്നുമില്ല, അവൾക്ക് ജോലിയൊന്നുമില്ല. അവൻ കൃഷിയൊക്കെ ചെയ്യും. അവൻ്റെ സ്വന്തം സ്ഥലമൊക്കെ ഉണ്ട്, അതിനൊക്കെ പോയതാണ്. ഈ കുഞ്ഞു പയ്യനെ, ഇപ്പം മരിച്ച പയ്യനെ അറിയാവുന്നതില്ല, എങ്ങനെ? പാവം, നല്ല സ്വഭാവമാണ്, കുഴപ്പമില്ല. 13 വയസ്സായി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നല്ല സ്വഭാവമൊക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അവർക്കും അങ്ങനെയാണ്. അവർ ആ ഒറ്റ പയ്യനാണ്ട് അങ്ങനെ ആ സ്നേഹത്താണ് വളർത്തുകയും ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് ഇത് എന്തിന് കാരണത്താലെന്നൊന്നും നമുക്കൊന്നും അറിയാൻ പാടില്ല. ഇനി പോലീസിൻ്റെ ബാക്കി നിഗമനങ്ങളിലൊക്കെ വരുമ്പോഴേ അറിയാൻ പറ്റും സത്യാവസ്ഥ. പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. പഠിക്കാൻ കൊള്ളാമെന്ന് തോന്നുന്നു. പഠിക്കേണ്ട കാര്യം നോക്കാൻ എനിക്ക് അറിഞ്ഞൂടാ, എന്തായിരിക്കും എന്ന് തോന്നുന്നു. ഇവർ വൈകി കിട്ടിയ കുട്ടിയാണെന്നൊരു വിവരമൊക്കെ വരുന്നു. അവൻ 35-40 ആയപ്പോഴാണ് കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് താമസിച്ചാണ് ഈ കൊച്ചു കിട്ടിയത്. അതിനുശേഷം പിന്നെ 2-3 എണ്ണം അതൊക്കെ ആഭരണമായി അങ്ങ് പോയി.